ഹേ ഓൾ വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന ക്വാളിറ്റി അഷുറൻസിന്റെയും CGMP ആൻഡ് GMP പാർട്ട് 2 ആണ്. സോ എങ്ങനെയാണ് ഒരു കംപ്ലൈന്റ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് പഠിച്ചു അല്ലേ. ഇനി ടൈപ്സ് ഓഫ് കംപ്ലൈന്റ് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് പ്രൊഡക്റ്റ് ക്വാളിറ്റി കംപ്ലൈന്റ് ആണ്. അതായത് പ്രൊഡക്റ്റിൽ തന്നെ നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പം പ്രൊഡക്റ്റുകൾ ഡിഫക്റ്റ് ഉണ്ടാവുകയോ ഡീറ്റോറേഷനോ എന്തെങ്കിലും രീതിയിൽ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ക്വാളിറ്റി കംപ്ലൈന്റ് എന്ന് പറയാം. നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കംപ്ലൈന്റ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് കംപ്ലൈന്റ് പറയുന്നത് ഇപ്പോൾ ചില മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ അഡൾട്രേറ്റഡ് ആയിട്ടുള്ള ഉപയോഗിക്കുക, അതൊക്കെ ഒരു കൺസേൺ തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യേണ്ടതും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. രണ്ട്, അഡ്വേഴ്സ് റിയാക്ഷൻ കംപ്ലൈന്റ് ആണ്. അതായത് നിങ്ങളിപ്പോൾ ഏതെങ്കിലുമൊക്കെ മരുന്നുകൾ കൊടുത്തു കഴിയുമ്പോൾ അത് കാരണം ഒരു സൈഡ് എഫക്ട്, അഡ്വേഴ്സ് എഫക്ട്, സൈഡ് എഫക്റ്റും അഡ്വേഴ്സ് എഫക്ട് രണ്ടാണ്. എന്നാൽ തന്നെയും അഡ്വേഴ്സ് റിയാക്ഷൻസുകളോ അല്ലെങ്കിൽ അഡ്വേഴ്സ് എഫക്റ്റുകളോ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഫാർമക്കോ വിജിലൻസ് ഗൈഡ് ലൈൻസ്, അത് പോസ്റ്റ് മാർക്കറ്റിംഗ് സർവൈലൻസ് എന്നാണ് ഫാർമക്കോ വിജിലൻസിനെ പറയാം. ഒരു മരുന്ന് ഇറക്കിയതിന് ശേഷം ആൾക്കാർക്ക് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അവരിലുണ്ടാവുന്ന എഫക്റ്റുകൾ മോണിറ്റർ ചെയ്യുന്ന ആളാണ് ഫാർമക്കോ വിജിലൻസ് എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ഒരു കാര്യം നമുക്കൊരു ഫാർമക്കോ വിജിലന്റ് ഒരു കമ്മിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. അവരെ നമ്മൾ അറിയിക്കേണ്ടതും ഒക്കെ ഒരു പ്രോപ്പർ ചാനലിലൂടെയാണ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എല്ലാ റെക്കോർഡ്സും നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതും ആവശ്യമാണ്. ഇനി പ്രൊഡക്റ്റ് റീകോൾ ആണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, ഏതെങ്കിലും സമയത്ത് ഡിഫക്റ്റുകളോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് റീകോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. റീകോൾ ചെയ്താലും പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യുക, സെക്യൂർ ചെയ്യുക, സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കുക. സ്റ്റാൻഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുക. അതിനകത്ത് റീകോൾ ചെയ്യേണ്ടി വരുന്നതിന് കാരണം എന്താണെന്നതിനെ പറ്റി പഠിക്കുക. എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ആവശ്യമാണ്. ഇനി കോണ്ടന്റ് പ്രൊഡക്ഷൻ ആൻഡ് അനാലിസിസ് ആണ്. സോ ബേസിക്കലി ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇവിടെ സെൽഫ് ഇൻസ്പെക്ഷനും കൂടെ നമുക്ക് കമ്പൈൻ ചെയ്ത് പറയാൻ പറ്റും കേട്ടോ. സോ കോണ്ടന്റ് പ്രൊഡക്ഷൻ ആൻഡ് അനാലിസിസ് മസ്റ്റ് ബി വെൽ ഡിഫൈൻഡ്, എഗ്രീഡ് അപ്പോൺ ദി കൺട്രോൾ ടു പ്രിവെന്റ് ക്വാളിറ്റി ഇഷ്യൂ. സോ ക്വാളിറ്റി ഇഷ്യൂ ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, കോംപ്രമൈസ് ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. പ്രോപ്പർ ഡോക്യുമെന്റേഷൻ, മോണിറ്ററിംഗ് ഒക്കെ ക്വാളിറ്റിക്ക് നമ്മൾ പ്രോപ്പറായിട്ട് വെക്കേണ്ടത് ആവശ്യമാണ്. ഇനി സെൽഫ് ഇൻസ്പെക്ഷൻ. സോ സെൽഫ് ഇൻസ്പെക്ഷൻ എന്തിനാ ചെയ്യുന്നത്? അത് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളതാണ് കേട്ടോ. സോ ഇതൊക്കെ സിമ്പിൾ ആയ കാര്യങ്ങളാണ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതുമാണ്. ആൻഡ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ്. സോ ഒരാൾക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ട്രെയിനിങ്ങിന്റെ ആവശ്യം എന്താണ് നമുക്കറിയാം. മാനുഫാക്ചറിംഗ് പ്രോപ്പർ ട്രെയിനിങ് വേണം, അല്ലെങ്കിൽ CMP പ്രിൻസിപ്പലിനെ പറ്റി അറിഞ്ഞിരിക്കണം, ഹൈജീൻ പ്രോട്ടോകോൾ ഫോളോ ചെയ്യണം. പിന്നെ ട്രെയിനിങ് പ്രോഗ്രാംസുകളുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ ടെക്നോളജി പ്രോഗ്രാം, ടാക്സോണമി, ഫാർമക്കോഗ്നോസി, മൈക്രോബയോളജി, ഹൈജീൻ, ഇതിലൊക്കെ നമുക്ക് ട്രെയിനിങ് കൊടുക്കാം എന്നുള്ളതാണ്. കണ്ടിന്യൂസ് ട്രെയിനിങ് കൊടുത്തിരിക്കണം. കണ്ടിന്യൂസ് ട്രെയിനിങ് എന്താണ്? നമ്മളൊരാൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ത്രൂ ഔട്ട് നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുക, കണ്ടിന്യൂസ് ട്രെയിനിങ് എന്ന് പറയാം. ആൻഡ് പേഴ്സണൽ ഹൈജീൻ, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ക്ലോത്ത്സ്, ഗ്ലൗവ്, മാസ്ക്, ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച സ്റ്റാൻഡേർഡ്സിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇനി റെഫറൻസ് സാമ്പിൾ ആൻഡ് സ്റ്റാൻഡേർഡ്. സോ എന്താ റെഫറൻസ്, എന്താ സ്റ്റാൻഡേർഡ്? റെഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തിട്ട് കിട്ടുന്ന സാധനം റെഫറൻസും, സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യുന്നത്, നമുക്ക് സ്റ്റാൻഡേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമുക്ക് ഇതാണ് സാധനം, ഇന്നത് കിട്ടുമ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിരിക്കണം എന്ന് പറയുന്ന പോലെ. സോ റെഫറൻസ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഹെർബൽ മെഡിസിൻ മേ ബി ബൊട്ടാനിക്കൽ സാമ്പിൾ ഓർ ഹെർബൽ പ്രിപ്പറേഷൻ സാമ്പിൾ. ഒന്നെങ്കിൽ ചെടികളിൽ നിന്ന് ഉണ്ടാക്കിയ സാമ്പിളോ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ സാമ്പിളോ ആയിരിക്കും. ആൻഡ് ദീസ് സ്റ്റാൻഡേർഡ് ഷുഡ് ബി അപ്രോക്സിമേറ്റ്ലി ക്വാളിറ്റി ഫോർ കമ്പാരിസൺ ആൻഡ് ക്വാളിറ്റി അഷുറൻസ്. സോ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴും ക്വാളിറ്റി അഷുറൻസ് വെച്ച് നമ്മൾ നോക്കുവാണ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഡോക്യുമെന്റേഷൻ. ഹെർബൽ മെറ്റീരിയൽസ് ഫുള്ളി നമ്മൾ ഡോക്യുമെന്റ് ചെയ്യണം. സോ വെർണാക്കുലർ നെയിം, തെറാപ്യൂട്ടിക് യൂസ് എല്ലാം റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഫിനിഷ്ഡ് ഹെർബൽ പ്രൊഡക്ട്സ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് ടോക്സിക്കൻസ്, വെയിറ്റ്, യൂണിഫോമിറ്റി, ഹാർഡ്നെസ്, വിസ്കോസിറ്റി, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള നമ്മളെ ബേസ് ലൈൻ ടെസ്റ്റുകളില്ലേ അതെല്ലാം നോക്കണം. അത് മാത്രമല്ല കളർ, ഓർഡർ, ഷേപ്പ്, സൈസ്, ടെക്സ്ചർ എല്ലാം റെക്കോർഡും ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇനി GMP ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ആണ്. സോ നമ്മളിത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ കളക്ഷൻ, കൾട്ടിവേഷൻ, ഹാർവെസ്റ്റിംഗ് എല്ലാം WHO ഗുഡ് അഗ്രികൾച്ചർ ആൻഡ് കളക്ഷൻ പ്രാക്ടീസിലെല്ലാം. ഇത് GACMP ആണ്, ഗുഡ് പ്രാക്ടീസ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് GACP പറയുന്നത്, അഗ്രികൾച്ചർ പ്രാക്ടീസ്. സോ ക്വാളിറ്റി കൺട്രോൾ ആണെങ്കിൽ വെൽ ട്രെയിൻഡ് ആയിരിക്കണം. ഫംഗൽ ഗ്രോത്ത്, ഇൻകൺസിസ്റ്റൻസി ഇൻ ഹെർബൽ മെഡിസിനെ പറ്റിയെല്ലാം ഓരോ പേഴ്സൺസിനും ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. സാമ്പിളിംഗ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഹെട്രോജിനസ് ഓഫ് ഹെർബൽ മെറ്റീരിയൽ സ്പെഷ്യൽ കെയർ ഷുഡ് ബി ടേക്കിംഗ് സാമ്പിൾ എടുക്കുമ്പോൾ സൂക്ഷിച്ചാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വേറെ സാധനങ്ങളൊന്നും കയറ്റൊന്നും വിടാൻ പാടില്ല, പ്രോപ്പറായിട്ട് ചെയ്യണം. ഇതെല്ലാം റിപ്പീറ്റഡ് ആണ്, നമ്മളെല്ലാം പഠിച്ച റിപ്പീറ്റഡ് ആണ്. ആ പോയിന്റ്സ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ടെസ്റ്റിംഗ് ആണെങ്കിലോ നമുക്ക് ക്വാളിറ്റി ടെസ്റ്റുകൾ നമ്മൾ പെർഫോം ചെയ്യേണ്ടത് മെഡിസിൻ പ്ലാൻ മെറ്റീരിയലിന്റെ ബന്ധപ്പെട്ടിട്ടാണ്. എല്ലാത്തിനും ഒരുപോലെയാണോ? അല്ലല്ലേ, ഡിഫറെന്റ് ടെസ്റ്റുകൾ വന്നേക്കാം. റെഫറൻസ് സാമ്പിൾ ഷുഡ് ബി മെയിൻറ്റെയിൻ ഫോർ കമ്പാരിസൺ. റെഫറൻസ് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും കമ്പാരിസണിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കണം. ഇനി പാക്കേജിങ് ആൻഡ് ലേബലിംഗ് ആണ്. പ്രോപ്പറായിട്ട് പാക്ക് ചെയ്യുക, കണ്ടാമിനേഷൻ ഉണ്ടാകാൻ പാടില്ല.
പിന്നെ ഇക്വലന്റ് റേഷ്യോ, ഇവിടെ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനിയാണ് നമ്മൾ WHO ഗൈഡ് ലൈൻ ഓൺ GACMP ഫോർ മെഡിസിനൽ പ്ലാന്റ്. സോ GACMP ആണ് പറയാൻ പോകുന്നത്. 2003 ഈ GACMP WHO അത് ഗുഡ് അഗ്രികൾച്ചർ ആൻഡ് കളക്ഷൻ പ്രാക്ടീസ് ഗൈഡ് ലൈൻസ് കൊണ്ടുവരുന്നത്. സോ ക്വാളിറ്റി മെഡിസിൻ കിട്ടുക, നാഷണലി റീജിയണലി ഒക്കെ GACMP ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുക, കൾട്ടിവേഷൻ കളക്ഷൻ പ്രൊമോട്ട് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ടു കൺസർവേഷൻ എഫക്ട്. നമുക്കറിയാം പല കൺസർവേഷൻസുകളും നമുക്ക് ആവശ്യമാണ് മെഡിസിനൽ പ്ലാന്റ്സിനൊക്കെ. കാരണം എന്തുകൊണ്ടാണ്, നമുക്ക് ഫ്യൂച്ചറിൽ ആ പ്ലാന്റുകൾ ഇല്ലെങ്കിൽ നമുക്ക് പല അസുഖങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല. സോ WHO GACP ഗൈഡ് ലൈൻസിൽ ഒന്ന് ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ് ആണ് പറഞ്ഞത്, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇൻ ഗുഡ് കളക്ടിങ് പ്രാക്ടീസ്, ഇതെല്ലാം നമ്മൾ ഇവിടെ പറഞ്ഞു. എങ്ങനെയാണ് കളക്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇനി കളക്ഷൻ പ്രാക്ടീസ് ഫോർ മെഡിസിനൽ പ്ലാന്റ്, ഇത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. സോ കളക്ഷൻ ഷുഡ് എൻഷുർ ദ ലോങ് ടേം സർവൈവൽ ഓഫ് പ്ലാന്റ് സ്പീഷീസ് ആൻഡ് ദിയർ ഹാബിറ്റേറ്റ്. നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ മൊത്തത്തിൽ കളക്ട് ചെയ്യാൻ പാടില്ല. ഇപ്പം എൻഡേഞ്ചേർഡ് ആണോ ഒട്ടും ഇല്ലെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെയും അതിന് പോളിനേഷനും അല്ലെങ്കിൽ ഫർദർ ജെർമിനേഷനൊക്കെ മാറ്റി വെക്കേണ്ടത് ആവശ്യമാണ്. അതുമാത്രമല്ല നമുക്ക് എന്താണ് കളക്ട് ചെയ്യണമെന്നൊരു ബോധം വേണം, ഒരു പ്രോപ്പർ മാനേജ്മെന്റ് വേണം, ആൻഡ് സീസൺ അനുസരിച്ചിട്ട് വേണം കളക്ട് ചെയ്യേണ്ടത്. അന്നേരം മാക്സിമം എഫിഷ്യൻസി ഉണ്ടാവുള്ളൂ. എക്കോ ഫ്രണ്ട്ലി കളക്ഷൻ മെത്തേഡ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഇനി പേഴ്സണൽ കളക്ഷൻ, ആരാണ് ഇതിൽ കളക്ട് ചെയ്യേണ്ടത്? എല്ലാം കളക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ട്രെയിനിങ് വേണം അല്ലേ. പിന്നെ അത് മാത്രമല്ല, കളക്ഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം അല്ലെ. ടോക്സിക് പ്ലാന്റ്, പോയിസണസ് ആനിമൽ, ഇതൊന്നും പാടില്ല, ഇൻസെക്റ്റുകളൊന്നും പാടില്ല. നമ്മൾ പ്രോപ്പറായിട്ട് സേഫ് ആയിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റണം. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, ഇതൊന്നും ഇല്ല, ഇതൊക്കെ വീണ്ടും റിപ്പീറ്റിംഗ് ആണ്. പക്ഷെ നമുക്ക് ആകെപ്പാട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കംപ്ലൈന്റ് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കുക. അത് ഫസ്റ്റ് വൺ ആൻഡ് പ്രൊഡക്റ്റ് റീകോളിംഗ് പറ്റി പഠിക്കുക. പേഴ്സണൽ ട്രെയിനിങ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു വരുന്നത്, സെയിം തന്നെയാണ്, വേറെ വ്യത്യസ്തമുള്ള കാര്യങ്ങളൊന്നുമില്ല. സോ ഇത്രയേ ഉള്ളൂ. ഒരു നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.